മുടി നന്നായി വളരാനും നല്ല ഉറക്കം കിട്ടാനും താരൻ പോകാനും ഒക്കെ ആയിട്ട് ഒരു നല്ലൊരു ഹെയർ ഓയിലുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ളത് കഞ്ഞെണ്ണി അല്ലെങ്കിൽ കയ്യോന്നി അല്ലെങ്കിൽ ഭൃംഗരാജ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവമാണ്. പിന്നെ വേണ്ടത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴേനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ടല്ലേ. കറ്റാർ വാഴ സ്കിന്നിനും നമ്മുടെ മുടിക്കും ഒക്കെ വളരെ നല്ലതാണ്. അത് നിങ്ങൾക്ക് ഞാൻ പറയാണ്ട് തന്നെ അറിയാം. അപ്പോൾ കറ്റാർ വാഴ എടുത്തിട്ട് അതിൻ്റെ ആ മഞ്ഞ കളറ് ഓയിൽ ഇങ്ങനെ കളയണം കേട്ടോ. അതിന് ശേഷം ചെമ്പരത്തി നമ്മുടെ മുടിക്ക് കറുപ്പ് കളറ് നൽകാനും മുടിയിലുള്ള അഴുക്ക് കളയാനും മുടി നല്ല തിളക്കം ഉണ്ടാവാനും ഒക്കെ ചെമ്പരത്തി വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയാണ് പിന്നെ വേണ്ടത്. കറിവേപ്പില നമ്മുടെ അകാല നിറം മാറാനും മുടിക്ക് നല്ല ഹെൽത്തിയായി ഷൈനി ആയിട്ട് മുടി നിലനിർത്താനൊക്കെ കറിവേപ്പില വളരെ യൂസ്ഫുള്ളാണ്. ഇതൊക്കെ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ് അല്ലേ. പിന്നെ വേണ്ടത് നമ്മളെ മെയിൻ സാധനമായ തുളസിയാണ്. തുളസി നമ്മുടെ 2 തരം തുളസിയുണ്ട്. ആ 2 തരം തുളസിയും നമുക്ക് മുടിക്ക് ഗുണം നൽകുന്നത് തന്നെയാണ്. ഞാനിപ്പോൾ കരിന്തുളസി എന്നാണ് നമ്മൾ പറയുക. നിങ്ങളെന്താ പറയുകയെന്നറിയില്ല. അപ്പോൾ ആ തുളസിയാണ് നമുക്ക് മരുന്നിന് ഏറ്റവും നല്ലത്. മുടിക്കും പേൻ പോവാനൊക്കെ നല്ലത് നമ്മുടെ കരിന്തുളസിയാണ്. പിന്നെ വേണ്ടത് മൈലാഞ്ചിയാണ്. മൈലാഞ്ചീനെ പറ്റി ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കെല്ലാം അറിയാം. പിന്നെ നെല്ലിക്കയാണ് വേണ്ടത്. നെല്ലിക്ക മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നൊരു സാധനമാണ്. നെല്ലിക്ക മുടിക്ക് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും വളരെ നല്ലതാണ് നെല്ലിക്ക. ദിവസം ഒരു നെല്ലിക്ക വെച്ച് കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. അപ്പോൾ നമ്മളെ നാട്ടിലെല്ലാം ഇഷ്ടംപോലെ നെല്ലിക്ക കിട്ടും കേട്ടോ. പിന്നെ വേണ്ടത് നീലാമരിയാണ്. നീലാമരിയൊക്കെ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൻ പരിസരത്തൊക്കെ ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ആയുർവേദ കടകളിൽ നിന്നാണ് അധികവും വാങ്ങിക്കാറ്, ഇവിടെ പച്ചമരുന്ന് കടയിൽ നിന്ന്. അപ്പോൾ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നീലാമരീൻ്റെ പൗഡർ കിട്ടും, അതായാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ വേണം. നമ്മുടെ മില്ലിൽ ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അതെടുക്കുക. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ഒക്കെ ഉള്ളവരാണെങ്കിൽ തേങ്ങ വേവിച്ചിട്ട് അതിൻ്റെ വെന്ത വെളിച്ചെണ്ണ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ല, അതെല്ലാം ആണെങ്കിൽ സൂപ്പറാണ്. ഒന്നും ചെയ്യാണ്ട് തന്നെ മുടിയിൽ തേക്കാം കേട്ടോ. പിന്നെ ആവണക്കെണ്ണയും കൂടി വേണം. നമ്മൾ വെളിച്ചെണ്ണ എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ 1/4 ഭാഗത്തോളം നമ്മുടെ ആവണക്കെണ്ണ എടുക്കണം കേട്ടോ. ആവണക്കെണ്ണ എന്ന് പറയുമ്പം നമ്മുടെ ആവണക്കെണ്ണ വെറുതെ നമ്മുടെ പുരികത്തിനൊക്കെ പുരട്ടി കൊടുത്താണ്ടല്ലോ നമ്മുടെ പുരികമൊക്കെ നല്ല തിക്കായി വരും. പിന്നെ വേണ്ടത് പച്ചക്കർപ്പൂരമാണ്. കർപ്പൂരം നമ്മുടെ ആയുർവേദ കടകളിലും സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ കിട്ടും കേട്ടോ. കർപ്പൂരം എന്ന് പറയുമ്പം നമ്മൾ പൂജാ റൂമിൽ കത്തിക്കുന്ന കർപ്പൂരമല്ല, അത് ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് ഉലുവയാണ്. ഉലുവ നിങ്ങൾക്കറിയാം, ഉലുവ താരൻ പോകാനും മുടി ഹെൽത്തി ആയിട്ട് നിൽക്കാനും ഒക്കെ ഉലുവ വളരെ നല്ലതാണ്. അപ്പോൾ ഉലുവ നമ്മൾ ഡെയിലി നമ്മുടെ തലയിൽ തേക്കുന്നത്, അരച്ച് തേക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ മോള് ഇങ്ങനെ ഓരോ പാക്കൊക്കെ ആക്കിയിടും. പിന്നെ ഉള്ളിയാണ് വേണ്ടത്. ഉള്ളീൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു, അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളി നന്നായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തിട്ട് ഒരു ബൗള് ഉള്ളി എടുക്കാം. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ വേണ്ടത് നിങ്ങൾ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കുക ഉള്ളി. അതിന് ശേഷം കരിഞ്ജീരകമാണ് വേണ്ടത്. കരിഞ്ജീരകം നന്നായി വറുത്ത് പൊടിച്ചെടുക്കണം. ഞാൻ ശരിക്കും കരിഞ്ജീരകം വറുത്ത് പൊടിച്ചിട്ടാണ് ചേർക്കാറ്. നമ്മളെ പച്ചിലകളൊക്കെ അരച്ചിട്ട് അതിൻ്റെ നീരെടുക്കണം. നീരെടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് ഈ നീര് ഒഴിച്ചു കൊടുക്കുക. മാക്സിമം നമ്മൾ കുറച്ച് വെള്ളത്തിൽ അരച്ചിട്ട് വേണം ഇത് നീരെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് അരക്കൽ. അപ്പോൾ പിന്നെ ഉലുവ കുതിർത്ത് വെച്ചിട്ട് ആ ഉലുവ കൂടി അരച്ചിട്ട് ഇതിലേക്ക് ചേർക്കുക. അപ്പം നമ്മുടെ എണ്ണ ഇനി പാകം നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ. എണ്ണ അതിൽ പത പോലെ ഉണ്ടാവും. നമ്മൾ വെളിച്ചെണ്ണയിൽ പച്ചവെള്ളം ആയാൽ പത പോലെ ഉണ്ടാവില്ലേ, ആ പതയൊക്കെ നീങ്ങിയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിൻ്റെ ഇതുണ്ടല്ലോ, അതിങ്ങനെ പൂഴി പോലെയാവും. ഇങ്ങനെ നമ്മളെ കൈ കൊണ്ട് ഇതാക്കുമ്പോൾ പൂഴി, അതാണ് അതിൻ്റെ പാകം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എൻ്റെ മക്കൾക്ക് തലയിൽ തേക്കുന്ന എണ്ണയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് കൂടി തരാൻ മറക്കരുത്. അപ്പോൾ ബൈ.